ഇവിടെ പശുക്കൾക്കും ആടുകൾക്കും കൊടുക്കുന്ന ഒരു തരം പുല്ല് വളർത്തുന്നുണ്ട്. ആ പുല്ല് ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഒന്നും കൂടി ഞാൻ അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, പുല്ലിങ്ങനെ വെട്ടി 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 പോണ് കാണാൻ സാധിക്കും. ഇപ്പോൾ പുല്ലിങ്ങനെ വെട്ടി വെട്ടി ഇടുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഗോതമ്പായാലും ഗോതമ്പിൻ്റെ കതിരെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാല അഥവാ വൈക്കോല് ഇതുപോലെയാണ് വെട്ടിയെടുക്കുക. ഇപ്പം ഇവിടെ ഒരെണ്ണം വീണെടുക്കുന്നത് കണ്ടോ? ഇതുപോലെ ഈ വയൽ മുഴുവൻ ഇതുപോലെ ഇങ്ങനെ ഈ പുല്ലുകൾ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ കെട്ടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം വേറൊരു മെഷീൻ വന്നിട്ട് ഈ പുല്ലുകളൊക്കെ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ വയലിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പല സ്ഥലത്തും ഇതുപോലെ ഓരോ കെട്ടുകൾ കാണാൻ സാധിക്കും. കംപ്ലീറ്റ് മെഷീനാണ് ഇതെല്ലാം ചെയ്യുന്നത്. മെഷീൻ വരണ്ട, ഒരു മദാമയാണ് ഇത് ചെയ്യുന്നത്. ഒരു മദാമയുടെ കുഞ്ഞി കൊച്ച് ആ വണ്ടിയിലുണ്ട്. ഇപ്പോൾ ഇനി എളുപ്പത്തിൽ കാണിക്കാൻ സാധിക്കും. പുല്ല് വീഴാറായിരുന്നു കേട്ടോ. പുല്ല് ബാക്കിൽ നിറഞ്ഞു കഴിഞ്ഞു. ഒരു കെട്ടായി ദേ വീണ് കേട്ടോ. വീണ് ഈ ഫാമിൽ കണ്ടോ നിറയെ റോള് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ പുല്ലുകളെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇനി ഈ പുല്ലുകൾ വേറൊരു മെഷീൻ വന്ന് കൊണ്ടുപോയി ഇവരുടെ ബാണിൽ ശേഖരിച്ച് വയ്ക്കും. ഇത് വലിയൊരു ഗോതമ്പിൻ്റെ വയലാണ്. ഗോതമ്പിൻ്റെ കതിരൊക്കെ മുൻപ് കൊണ്ടുപോയി അത് ശേഖരിച്ച് കഴിഞ്ഞു. ഇനി ഗോതമ്പിൻ്റെ കാലതേ ഇതുപോലെ കണ്ടു. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു ഇതെല്ലാം എങ്ങനെയാണ് മെഷീൻ വന്ന് കളക്ട് ചെയ്യണതെന്ന്. ഇതാ മെഷീൻ കളക്ട് ചെയ്ത് റോളാക്കിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മുൻപ് നമ്മൾ കണ്ടത് ക്യൂബായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ റോളായിട്ട് വെച്ചിരിക്കുന്ന ഒരു വലിയ ഫാമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്.